ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 28 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇപ്പോൾ RRB ആ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എത്രയാണ്? 7-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ ഇനിയും ടൈം ഉണ്ട്. നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്തിട്ടാകുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞു അവർക്ക് NCL കിട്ടിയില്ല, പുതിയ NCL അപ്ലൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി ഒരു അവസരമാണിത്. ഇനി ഒരാഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ 28-ാം തീയതിയാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പോൾ അത് 7-ാം തീയതിയിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ പേയ്മെന്റ് അടക്കേണ്ടത് 9-ാം തീയതി വരെ ഉണ്ട്. 9-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് നമ്മളെ കമന്റിൽ ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ 2 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ 2 വീഡിയോസ് കാണാം. അതായത് പോസ്റ്റും സോണൊക്കെ അനാലിസിസ് വീഡിയോസ് നിങ്ങൾ കാണുക. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണാം. ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ബ്രൗസറിൽ നമ്മൾ rrbapply.gov.in എന്നത് ക്ലിക്ക് ചെയ്യാം. rrbapply.gov.in, അതായത് ഒന്നുകൂടെ കാണിക്കാം. rrbapply.gov.in. അപ്പോൾ നമ്മുടെ ബ്രൗസറിൽ നമ്മൾ rrbapply.gov.in ഇതിൽ കയറുക. സോ നമുക്കിതാ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാരാണ്, നേരത്തെ റെയിൽവേൻ്റെ ഏതെങ്കിലും എക്സാം അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതല്ല നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് റെയിൽവേയുടെ ഈ വർഷം ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ റെയിൽവേൻ്റെ എക്സാം എഴുതുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇവിടെ പറയുന്നു ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് ലോഗിൻ ചെയ്താൽ മതി, അല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ നാഷണാലിറ്റി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ത്യ. പിന്നെന്താണ് ഫുൾ നെയിം എന്താ അത് കൊടുക്കുക, ഫുൾ നെയിം കൊടുക്കുക. അത് റിപ്പീറ്റ് ചെയ്യുക, നമ്മുടെ നെയിം റിപ്പീറ്റ് ചെയ്യാം. പിന്നെന്താ നമ്മുടെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ് കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നമ്മളത്ര കൊടുത്ത 23/07. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ഇനി നമ്മുടെ ജെൻഡർ കൊടുക്കുക. അടുത്ത ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫാദറിൻ്റെ കൊടുത്തു, റിപ്പീറ്റ് ചെയ്തു, മദറിൻ്റെ കൊടുത്തു, റിപ്പീറ്റ് ചെയ്തു. ഇനി നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. അതായത് നമ്മൾ ആദ്യം ഇവിടെ മെയിൽ ID കൊടുക്കുക. മെയിൽ ID കൊടുക്കുമ്പോൾ എന്നിട്ട് എന്താ ജനറേറ്റ് ഇമെയിൽ OTP കൊടുക്കുക. മെയിൽ ID കൊടുക്കുക, എന്നിട്ട് ഇവിടെ ജനറേറ്റ് ഇമെയിൽ OTP. അപ്പോൾ നമ്മളെ മെയിൽ IDയിലേക്ക് ഒരു OTP വരും, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ടോ ജനറേറ്റ് മൊബൈൽ OTP. അപ്പോൾ മൊബൈൽ OTP വരും, അതിവിടെ ക്ലിക്ക് ചെയ്യാം. അത്രയും ചെയ്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വരും. അപ്പോൾ ആധാർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ പറയും കാൻഡിഡേറ്റ് ആർ അഡ്വൈസ്ഡ് ടു ആധാർ വാലിഡേഷൻ ഫോർ സ്മൂത്ത് എൻട്രി ഇൻ എക്സാമിനേഷൻ ഹാൾ. അപ്പോൾ എക്സാമിനേഷൻ ഹാളിലേക്ക് അവിടെ നമുക്ക് ബയോമെട്രിക് വെരിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ ആധാർ കൊടുത്താൽ അവിടുത്തെ എൻട്രി കുറച്ച് സ്മൂത്തായി നടക്കും, കാര്യങ്ങൾ കുറച്ച് എളുപ്പമാവും. ഇവിടെ ആധാർ കൊടുക്കുന്നതാണ് നല്ലത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആധാർ തന്നെ കൊടുക്കാം. വെരിഫൈ ത്രൂ ആധാർ കാർഡ്. സോ ആധാർ കാർഡ് നമ്മൾ കൊടുക്കുക. ഇവിടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് ഒരു OTP വരും, അത് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഐ കൺഫേം, അതായത് 18 വയസ്സ് കഴിഞ്ഞ ആളെന്ന് കൺഫേം ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പർ വേണം. ഇത്രയുള്ള ഈ 4 കാര്യങ്ങളുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക.
കൺഫേം ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്താ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് എന്താ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞു. നമ്മുടെ പ്രൈമറി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ വന്ന അതേ വിൻഡോയിലേക്ക് വരിക. ഇവിടെ ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ കൊടുക്കുക. ലോഗിൻ വിത്ത് ആധാർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കാം. നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ OTP ജനറേറ്റ് ആവും. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് ആധാർ OTP ക്ലിക്ക് ചെയ്യാം. സോ എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിലേക്ക്, അതായത് നമ്മൾ ലിങ്ക് ചെയ്ത ഫോണിലേക്ക് OTP വരുന്നതായിരിക്കും. സോ ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? എന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട്, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതാ ഇവിടെ മേലെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് രണ്ട് ഇതുണ്ട്. അതായത് എന്താ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഉണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആദ്യം എന്താ നമുക്ക് ഇവിടെ നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എന്താ ആദ്യം നമ്മൾ ഏത് RRBയിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് RRB ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൊടുക്കേണ്ട RRB നമ്മൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ചെന്നൈ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ അപ്ലൈ ചെയ്ത RRB പിന്നെ മോഡിഫിക്കേഷൻ്റെ ടൈമിൽ RRB മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മുടെ ആ രണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ വരിക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ RRB കൊടുത്തു, പിന്നെന്താ നമ്മൾ ഡീബാർ ചെയ്തിട്ടില്ല, ഇതൊക്കെ ഈ രണ്ട് ബോക്സും ടിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്ത നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യം കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി കൊടുക്കേണ്ടത് എന്താണ്, നമ്മൾ മാരീഡ് ആണോ അല്ലയോ, സോ എന്താ അൺമാരീഡ്, റിലീജിയൻ, പിന്നെ ഇവിടെ നമ്മൾ ലാംഗ്വേജ് കൊടുക്കാനുണ്ട്. അപ്പോൾ ലാംഗ്വേജ് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മലയാളം കൊടുത്താൽ നമുക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻ കാണും, ഇംഗ്ലീഷിലും കാണും. അതായത് ആദ്യം മലയാളത്തിൽ കാണും, പിന്നെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റും. ഇത് നമ്മൾ അതല്ല, ഇംഗ്ലീഷ് മാത്രമാണ് കൊടുത്തതെങ്കിൽ, ഇംഗ്ലീഷാണ് കൊടുത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് കൊടുത്തതാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം കാണും. ഓക്കെ, അപ്പോൾ മലയാളം കൊടുത്താൽ മലയാളം കാണും, പിന്നെ നമ്മൾ അവിടെ ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് ചെയ്യാനുള്ള, ആ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാനും കാണും. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ മലയാളം കൊടുക്കാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും മലയാളത്തിലും കാണും, ഇംഗ്ലീഷിലും കാണും. ഇനി ഇവിടെ നമ്മുടെ എന്താ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ബ്ലാക്ക് മോൾ ഓൺ ദ റൈറ്റ് അപ്പർ ആം, അങ്ങനെ കൊടുത്തു. രണ്ടാമത്തെ ഒരു മാർക്കും കൊടുത്തു. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ഏതാണ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ അണ്ടർ റിസർവ്ഡ് ആണെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെന്താ OBC ആണെങ്കിൽ അത് കൊടുക്കുക, SC/ST ആണെങ്കിൽ അത് കൊടുക്കുക, OBC ആണെങ്കിൽ അത് കൊടുക്കുക. OBC കൊടുത്താൽ എന്താ നോൺ ക്രീമി ലെയർ ആണോ എന്ന് ചോദിക്കും. എന്താ OBC നോൺ ക്രീമി ലെയർ ആണോ ക്രീമി ലെയർ ആണോ? അപ്പോൾ നിങ്ങൾ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് എന്താ കാസ്റ്റ്, അതായത് നമ്മുടെ കാസ്റ്റിൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാസ്റ്റിൻ്റെ നെയിം കൊടുക്കുക. അതുപോലെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ 1 2 3 അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവും. ഓക്കെ, ആ നമ്പർ കൊടുക്കുക. അതുപോലെ എന്താ ഏത് അതോറിറ്റിയാണ് ഇത് ഇഷ്യൂ ചെയ്തത്, അതായത് തഹസിൽദാർ ആണെങ്കിൽ അത്, അങ്ങനെ ഏത് അതോറിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ഇത് വാങ്ങിയതെന്ന്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ഏത് സ്റ്റേറ്റ് ആണ്, അപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് ആണെങ്കിൽ കേരള സ്റ്റേറ്റ് ആണ് ഇഷ്യൂ ചെയ്തത്, കേരള സ്റ്റേറ്റ് എന്ന് കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അടുത്താണ് കിട്ടിയെങ്കിൽ ആ ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എന്താ നമ്മുടെ NCLൻ്റെ ആ കാര്യങ്ങളൊക്കെ ആയി. ഇനി അതല്ല നിങ്ങൾ SC/ST ആണെങ്കിൽ SC/ST കൊടുക്കുക. അതായത് ഇവിടെ മാറ്റുക, ST കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കും only those community which are recognized by central government, അതായത് സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ഇവിടെ നമുക്ക് എന്താ ഇത് കിട്ടുക. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞാൽ കിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റ് only those community which are recognized by central government of India. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ
SC STൻ്റെ കാര്യങ്ങൾ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് OBC കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ കൊടുക്കുക? OBC കൊടുക്കാം. ഐ അണ്ടർസ്റ്റാൻഡ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടോ നോൺ ക്രീമി ലെയർ ക്ലിക്ക് ചെയ്തു. സർട്ടിഫിക്കറ്റ് കാസ്റ്റ് കൊടുത്തു, നമ്പർ കൊടുത്തു, ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തത്, തഹസിൽദാറാണ് കൊടുത്തു, പിന്നെന്താ നമ്മുടെ കേരളയാണ് കൊടുത്തു, നമ്മുടെ ഡേറ്റും കൊടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് പിന്നെ നമ്മളെ അഡ്രസ്സ്, അപ്പോൾ ഇതിൻ്റെ താഴെയുള്ളത് നമ്മൾ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുക. പെർമനന്റ് അഡ്രസ്സും ഇതും സെയിം ആണെങ്കിൽ അവിടെ കൊടുക്കുക. അതായത് ഇവിടെ ഒരു ടിക്ക് ഉണ്ട്, ആ ടിക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പെർമനന്റ് അഡ്രസ്സും എന്താ പ്രസന്റ് അഡ്രസ്സും സെയിം ആണെന്ന് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സേവ് ആവും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്താ ചോദിച്ചാൽ ആർ യു എക്സ് സർവീസ്മെൻ, അതായത് മിലിറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്ത ആളാണോ, അപ്പം നോ കൊടുക്കുക. പിന്നെന്താ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആണോ, അപ്പോൾ നോ കൊടുക്കുക. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. ഇനി നോ കൊടുത്താൽ ആ വിൻഡോ ഒന്നും കാണില്ല. ഓക്കെ, പിന്നെ എന്താ ഫീ കൺസെഷന് നിങ്ങൾ എലിജിബിൾ ആണോ, അതായത് EBC എലിജിബിൾ ആണോ എന്ന് ചോദിക്കുന്നു. ഇപ്പം എസ് ആണെങ്കിൽ എസ് കൊടുക്കുക. അപ്പം എന്താ ഇവിടെ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നോക്കുക. അതായത് EBC എന്ന് പറഞ്ഞാൽ എന്താ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് കാൻഡിഡേറ്റ് ആണ് EBC എന്ന് പറയുന്നത്. അതെന്താ ലെസ് ദാൻ 50,000, അതായത് ലെസ് ദാൻ 50,000 ആനുവൽ ഇൻകം ഉള്ള ആൾക്കാർക്കാണ് EBC കിട്ടുക. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താ ഫീസ് അടക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ EBC ആണെങ്കിൽ നിങ്ങൾ EBC ആണെന്ന് കൊടുക്കുക. ഇനി EBC അല്ലെങ്കിൽ നിങ്ങൾ നോ എന്ന് കൊടുക്കുക. പിന്നെന്താ ആർ യു എംപ്ലോയി ഓഫ് റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ, അപ്പോൾ ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്തെന്താണ് നെയിം ഓഫ് കറണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ, നമ്മളില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ, ഗവൺമെന്റ് PSU സർവീസിലാണെങ്കിൽ അത് കൊടുക്കുക. പ്രൈവറ്റ് ഫേമിലാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. പിന്നെന്താ ഇത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ, അപ്രന്റീസ് ആണെങ്കിൽ അത് കൊടുക്കുക. അതായത് ആർ യു എ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് എന്താ അപ്രന്റീസ്, അതാണെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെന്താ നമ്മുടെ ഡീറ്റെയിൽസും കൊടുക്കുക, ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കുക. അതായത് നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ എന്താ നമ്മുടെ ഫീ അടച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം എഴുതിയാൽ നമുക്ക് പൈസ റിട്ടേൺ വരും. അപ്പോൾ ആ റിട്ടേൺ വരുന്നത് ഉള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. സോ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ നിങ്ങളെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇതാ ITI നിങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ITI ചെയ്യുക. ഓക്കെ, അതായത് ഇവിടെ കൊടുക്കുക. അതായത് ITI എന്ന് എടുക്കുക. എന്നിട്ടോ ഏതാണ് എവിടെയാണ്, അതായത് ഏതാണ് നിങ്ങൾ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ എടുക്കുക. എന്നിട്ട് എന്താ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് കിട്ടിയ, കേരള എടുക്കുക. ഡിസ്ട്രിക്ട് തിരുവനന്തപുരം. പിന്നെന്താ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് പാസിങ്, ഏത് ഇയർ ആണ് പാസ് ചെയ്തത്, ആ ഡേറ്റ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ NCBT ആണോ SCBT ആണോ, അപ്പോൾ അത് കൊടുക്കുക. എവിടെയും കൊടുക്കുക. സോ എന്നിട്ട് നെക്സ്റ്റ് കൊടുത്താൽ എന്താവും, അതായത് ആഡ് കൊടുത്താൽ ഇവിടെ ആഡ് ആവും. സോ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് അത് പറ്റില്ല. ഓക്കെ, സോ എന്താ ആഡ് കൊടുത്താൽ മതി. സോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളായി. അത് കഴിഞ്ഞിട്ട് എന്താ ഇനി നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇത് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ലൈവ് ആയിട്ടാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, അതുപോലെ എന്താ നമ്മുടെ സൈനും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈലിൽ നിന്ന് കൊടുക്കാം. അതായത് നിങ്ങൾ ലാപ്പിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ ലാപ്പ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലൈവ്, അതായത് ലാപ്പിൽ വെച്ചിട്ട് ഇവിടെ ലൈവ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈലിൽ നിന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈലിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എന്താ ഇതുപോലത്തെ ഒരു QR വരും. അപ്പോൾ നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ QR സ്കാൻ ചെയ്യാം. QR സ്കാൻ ചെയ്തിട്ട് എന്താ ഇവിടെ ലിങ്ക് കിട്ടും, ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നമ്മൾ
ലോഗിൻ വിത്ത് ആധാർ, അതായത് നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത പോലെ അതുപോലെ ലോഗിൻ ചെയ്യുക, നമ്മുടെ നമ്പർ കൊടുക്കുക, അത് കഴിഞ്ഞ് OTP ജനറേറ്റ് ചെയ്യുക. സോ നമ്മളെ OTP നമ്മളെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്താൽ നമുക്ക് ഇതാ ഇവിടെ ക്യാപ്ചർ ലൈവ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ യു ആർ അലൗഡ് ടു ക്യാപ്ചർ ഓൺലി 3 times വിത്ത് 5 minutes, അതായത് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് 3 പ്രാവശ്യം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ എന്താ നമ്മൾ യെസ് കൊടുക്കുക. ഇനി നമ്മൾ സേവ് കൊടുക്കുമ്പോൾ നമുക്കിതാ ഇവിടെ ഇതുപോലെ ഫോട്ടോ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ വന്നതിന് ശേഷം നമ്മൾ സൈൻ അപ്ലോഡ് ചെയ്യാം. സൈൻ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ ബ്രൗസ് ചെയ്യുക, നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യുക, ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. സോ ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഇമേജ് ഈ ബോക്സിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈൻ ഈ ബോക്സിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമ്മുടെ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്, ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. സോ ഇത്രയും അപ്ലോഡ് ചെയ്തതിന് ശേഷം, അതായത് നമ്മളെന്താ ഇമേജ് എടുക്കുമ്പോൾ നമ്മളെന്താ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുക. ഓക്കെ, നമ്മുടെ ഫേസ് ഒക്കെ കൃത്യമായിട്ട് ലൈറ്റ് കൊടുത്തിട്ട് എടുക്കുക. അപ്പോൾ ഇമേജ് എന്താ ഇങ്ങനെ എടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ സൈൻ ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഇവിടെയുള്ള ഈ ബോക്സിൽ ടിക്ക് ചെയ്യാം, ഐ ഹാവ് അപ്ലോഡ് മൈ ഓൺ സിഗ്നേച്ചർ. എന്നിട്ട് സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇന്റർഫേസ് വരും. അപ്പോൾ ലാസ്റ്റത്തെ നമ്മൾ ഇതുപോലത്തെ ഒരു കാര്യമാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട പോസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട പോസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മളത്തെ ആ 2 വീഡിയോസ് നിങ്ങൾ കാണുക, എന്നിട്ട് ഏതൊക്കെ പോസ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഓരോ പോസ്റ്റും നിങ്ങൾക്ക് വേണ്ട പോസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പുറം മാറുന്നുണ്ടാവും. നമ്മൾ ഓരോന്നും ആഡ് ചെയ്തത് നമുക്ക് ഇവിടെ ഈ ബോക്സിൽ കാണാം. സോ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ഈ എല്ലാ ബോക്സും ടിക്ക് ചെയ്യുക. അതായത് ഐ ഹാവ് എക്സസൈസ്ഡ് ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡർ ഓഫ് പോസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ഈ ബോക്സും ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെയുള്ള ഈ ഡിക്ലറേഷനും ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഏതാണ് നമ്മുടെ പ്ലേസ്, ആ പ്ലേസും കൊടുക്കുക. ക്ലിയർ? അതിനുശേഷം നമ്മൾ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പേയ്മെന്റ് വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 7-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ, ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്, അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ NCL കിട്ടാത്തവർ അത് കിട്ടിയ ഉടൻ തന്നെ അപ്ലൈ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.